अर्द की वावन कोरना स्तबा Hello everyone, hope you all are doing good and great. Welcome back to my YouTube channel. അപ്പം ഇതൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസം മുന്നേ എനിക്കൊരു ഫ്ലവർ ബൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ഫ്ലവർ എടുത്തിട്ട് ഞാൻ ഡൈനിങ് ഹാളിൽ ഒരു കുഞ്ഞു വൈസിൽ മൊത്തം ഒരു ഇല വരെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ ചായക്കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉണ്ടായിരുന്നു പണി ബെഡ് ക്ലീൻ ആക്കലാണ്. എൻ്റെ റൂമും ഞാൻ കിടന്ന റൂമും ഉണ്ടാവും, ഹാദി കിടന്ന റൂമും കൂടിയാണ് എനിക്ക് ക്ലീൻ ആക്കലുണ്ടാവും. ഹാദി കിടന്ന റൂമൊക്കെ പെട്ടെന്ന് ക്ലീൻ ആക്കി തീരാവുന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ റൂമൊക്കെയാണ് ക്ലീൻ ആക്കണ നേരത്ത് വലിയ പണി വരിക. അത്രയും മെസ്സായി കിടക്കുകയായിരിക്കും എൻ്റെ റൂം. ഓൾറെഡി 2 കുഷൻസും 4 പില്ലോസും ഉണ്ടാവുമെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കുറേ കുഞ്ഞുമണികളും ഉണ്ടാവും. അതായത് ഈ കോഴിക്കുട്ടി, വേറെ മിനിസ്കോൻ്റെ പ്ലഷീസ്, അല്ലാണ്ട് പ്ലഷീസ്, അങ്ങനെ കുറേ എൻ്റെതായിട്ടുള്ള വേറെ സാധനങ്ങളും എൻ്റെ റൂമിലുണ്ടാവും. അല്ലാണ്ട് ഞാനായിട്ട് പരത്തിയിട്ട വേറെ സാധനങ്ങൾ ഒക്കെ കിടക്കണ നേരത്തൊക്കെ ഒരുമിച്ച് നല്ല രസത്തിലുണ്ടാവുമെങ്കിലും ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോഴില്ലേ ഉണ്ടാവും ചിന്നിച്ചെതറി കിടക്കണത്. എന്നിട്ട് പിന്നെ പൊറുക്കിയെടുത്തിട്ട് വെക്കും. ഈ 3 വെച്ചിട്ട് എനിക്ക് തികഞ്ഞിട്ടില്ല. എനിക്ക് ഇനിയും കുറേ എൻ്റെ ബെഡിൽ വേണമെന്നാണ്. ഇനി എൻ്റെ റൂമിലുള്ള ബാക്കി മെസ്സ് കാണിച്ചു തരാം. എൻ്റെ റൂമിൽ കുറേ ചപ്പും ചവറും ഉണ്ടാകും. ഓരോ പ്രോഡക്റ്റിൻ്റെ ബോക്സ്, അത് ഇത് അങ്ങനെ. ഈ ഒരു മാറ്റ് ഉണ്ട്. ഈ മാറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഡോർ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രാത്രി ഞാൻ മാറ്റ് എല്ലാം കൂടെ മൂലക്ക് നീക്കി വെക്കും. രാവിലെ ആകുമ്പോൾ പിന്നെ ഇതേപോലെ വലിച്ചിടും. ആൻഡ് പിന്നെ ഉള്ളത് എൻ്റെ ഷൂറാക്കാണ് എനിക്ക് റൂമിലുണ്ടാവുക, ഒന്ന് മെസ്സായി കിടക്കുന്നത്. അതെന്താ വെച്ചാൽ പെട്ടെന്ന് ഷെൽഫ് വേറെ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്നുള്ള കവറോ ബാഗോ എന്തെങ്കിലുമൊക്കെ ഈ ഒരു ഷൂറാക്കിൻ്റെ മേലെ വെക്കും. അപ്പോൾ അതൊരു മെസ്സാവും. ഇനി നമുക്ക് രാവിലത്തെ സ്കിൻ കെയറിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഈ ഒരു മിറാബെല്ല കൊറിയൻ്റെ ഒരു എസെൻസ് അല്ല, ഒരു ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് കൊളാബിന് കിട്ടിയതാണ്. ഒരു 2 വീക്സ് ഒക്കെ ആയി. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് ഒന്ന് റെഡി ആയിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അതിൻ്റെ ഒരു ഓൾ ഇൻ വൺ ക്രീമും കൂടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ആ ക്ലെൻസർ വെച്ചിട്ട് നല്ലോണം മുഖം കഴുകി, പിന്നെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉണക്കിയെടുത്തു. നല്ലോണം അല്ല, കുറച്ചൊക്കെ ഒന്ന് ഉണക്കി. പിന്നെ ഈ ഒരു സെൻഡലിൻ്റെ ബ്രൈറ്റനിങ് ആംപൂലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്കിൻ കെയർ ചെയ്യാൻ നല്ല മടിയാണ്. അതാണ് ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത്. കുറേ ദിവസങ്ങളിൽ ഞാൻ ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യാൻ മിസ്സായി പോകും, സ്കിപ്പായി പോകുന്നുണ്ട് മടി ണ്ട്. പിന്നെ ഈ ഒരു റെഡ് റൈസിൻ്റെ ഓൾ ഇൻ വൺ ക്രീം ഉണ്ടല്ലോ, മിറാബെല്ലിൻ്റെ തന്നെ അടിപൊളിയാണ് സാധനം. നല്ല സുഖമുണ്ട് ഫേസിൽ യൂസ് ചെയ്ത്. ലിബാം ആയിട്ട് ഈ ഹൈഫിൻ്റെ കുറച്ച് ടിൻറ്റ് വരുന്ന ഈ ഒരു ലിബാമാണ് യൂസ് ചെയ്യുന്നത്. അതോടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂമിൻ്റെ ക്ലീനിങ് പണിയൊക്കെ ഏറെക്കുറെ അല്ല ഫുള്ള് കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ജേണൽ ബുക്കൊക്കെ ഞാനിപ്പം ഓഫീസ് റൂമിൽ ഒരു ഷെൽഫിൽ വെച്ചിട്ടാണ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. കാരണം കുറേ അത് പറഞ്ഞിട്ട് എനിക്ക് കുറേ ബുക്കുണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്നൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനൊരു ഓഫീസ് റൂമിൽ ഒരു ഷെൽഫിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ബുക്കിലാണ് ഞാൻ എപ്പോഴും എൻ്റെ ടു ഡു ലിസ്റ്റ് എഴുതൽ. ഈ ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ എനിക്ക് തന്നെ അറിയാം ഇതിൽ എല്ലാ കാര്യവും ഞാൻ ചെയ്യൂല എന്നുള്ളത്. പക്ഷേ എനിക്ക് തന്നെ ഒരു ധാരണ വേണം എനിക്ക് എന്തൊക്കെ വർക്ക്സ് ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളത്. ഞാൻ തന്നെ എൻ്റെ തലക്കിട്ടടിക്കുക പറയില്ല, ഇത്ര ദിവസമായിട്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്ത് തീർത്തിട്ടില്ല എന്ന്. ആ ഒരു ഇതിനാണ് ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതുകയാണെങ്കിൽ എഴുതൽ. ആൻഡ് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കാണ്. ഓരോരോ തിരക്കിൽ പെട്ടിട്ട് കുറേ കാര്യങ്ങൾ സ്കിപ്പായി മിസ്സായിട്ടും പോകുന്നുണ്ട്. കാരണം എല്ലാത്തിനും വേറെ സോയിലാണ്. ഇപ്പം ഈ വീഡിയോ ഞാൻ 2025 ഡിസംബറിൽ എടുത്തതാണ്. ഇപ്പം ജാനുവരി ആയില്ലേ, പുതിയ വർഷമായില്ലേ. കഴിഞ്ഞ വർഷത്തെ ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോഴാണ് എനിക്കൊരു ഫ്രീ ടൈം കിട്ടുന്നത്. സോ മോസ്റ്റ്ലി ഞാൻ അതിൽ എഴുതിയത് ഓർഗനൈസിങ്ങും ക്ലീനിങ്ങും. കാരണം എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സും ജേർണലിങ്ങിൻ്റെ പ്രോഡക്റ്റ്സൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാണ്ട് എല്ലാം കൂടെ ഇപ്പോൾ ഒരു കലക്കസമാവാതി ആയിട്ടാണ് ഇപ്പോൾ ഇതിൽ കിടക്കുന്നത്. പിന്നെ ഇതെൻ്റെ ഒരു പ്ലാനർ ബുക്കാണ്. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് എനിക്ക് 2 വീഡിയോസ് ചെയ്യാണ്ട്, കൊലാപ്സിൻ്റെ വീഡിയോസ് 2-3 എനിക്ക് പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അതിൽ എഴുതി വെച്ചു. അത് ഈ ടു ഡു ലിസ്റ്റിലും ഞാൻ എഴുതി വെച്ചു കേട്ടോ. അങ്ങനെ എഴുതി വന്നപ്പം അത്യാവശ്യം കുറേ ഉണ്ട് എൻ്റെ ടു ഡു ലിസ്റ്റിൽ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, പഠിച്ച തമ്പുരാനെ ഞാനിതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ചെയ്ത് തീർക്കുക, ഇത് എപ്പം തുടങ്ങിയാൽ എപ്പം തീരുമെന്ന്. അങ്ങനെ വർക്ക് ചെയ്യാമെന്ന് കരുതിരുന്നപ്പോൾ എനിക്ക് വിശപ്പിൻ്റെ ഒരു വിളി വന്നു. അങ്ങനെ റീൽസ് തോണ്ടി മാഗീൻ്റെ എന്തോ ഒരു റെസിപ്പി കണ്ടു. വെരി സിമ്പിൾ, ഒരു സൂപ്പി മാഗി അങ്ങനെ എന്താണെന്ന് തോന്നുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് തൊണ്ടവേദനയുള്ള ടൈമായിരുന്നു. അപ്പോൾ ഐ തോട്ട് കുറച്ച് സൂപ്പി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കാമെന്നുള്ളത്. അങ്ങനെ അതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ ഈ ഒരു മാഗി ഉണ്ടാക്കാൻ നിന്ന്. പക്ഷേ ഞാൻ ഒഴിച്ച സൂപ്പി ആവാൻ മാത്രമുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ആയി വന്നപ്പം നോർമലി മാഗി ആവണ പോലുള്ള അതിനുള്ള വെള്ളമായിരുന്നു. അതുകൊണ്ട് എനിക്ക് സൂപ്പി ആയി കിട്ടിയില്ലെങ്കിലും സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ് ഈ വീഡിയോ കാണുമ്പം, ഇന്നും അതൊന്നും ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, എന്തായാലും മാഗിയൊക്കെ ആയി, ഇനി ഒന്ന് കുറച്ച് നേരം നെറ്റ്ഫ്ലിക്സ് കാണാമെന്ന് വിചാരിച്ചു. കാരണം പുതിയൊരു കാഷീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ വിചാരിച്ചു. ആ സീരീസ് ഒരു ഷോർട്ട് സീരീസായി, എല്ലാ എപ്പിസോഡും ഒരുമിച്ച്. അത് കണ്ടിരുന്നപ്പോൾ നേരെ ആ
6:30 വരെ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നിട്ട് ആ സീരീസ് ഒറ്റ ടിപ്പിന് ഞാൻ കണ്ടു തീർത്തു. അങ്ങനെ എൻ്റെ ഇന്നത്തെ ദിവസത്തെ പകുതിയല്ല 3/4 സമയം പോയി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പിന്നെ എൻ്റെ പണികളിലേക്ക് കിടന്നു. അപ്പോൾ എൻ്റെ കുറേ കാലമായി എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾ കാണുന്നുണ്ടോ ഞാൻ പൈപ്പ് ക്ലീനേഴ്സ് എടുത്തിട്ട് അങ്ങോട്ട് വെക്കണം ഇങ്ങോട്ട് വെക്കണം ഒക്കെ തട്ടി കളിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഉള്ള 2-3 കളേഴ്സ് ആണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. കാരണം എൻ്റെ കയ്യിൽ നല്ല പച്ച നല്ല നല്ല ലീവ്സിനുള്ള പച്ച അതൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കളേഴ്സ് പോട്ടെ, ഈ സാധനം എങ്ങനെയാണ് വർക്ക് ചെയ്തത്, എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കാമെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വെച്ചിട്ട് ഞാൻ യൂട്യൂബിൽ കുറച്ച് ട്യൂട്ടോറിയൽസ് ഒക്കെ തപ്പിയിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് നിന്നു. ഞാൻ ബ്ലൂ പൈപ്പ് ക്ലീനേഴ്സ് ആണ് എടുത്തത് അതിന് പെറ്റൽസ് ആയിട്ട്. സത്യം പറയാലോ ഞാൻ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിരുന്നു ഈ ഒരു സാധനം അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. യൂട്യൂബിൽ നോക്കിയപ്പോൾ പല തരത്തിൽ പല വെറൈറ്റിയിൽ പല സൈസിൽ ഫ്ലവേഴ്സ് ഞാൻ കണ്ടിരുന്നു. ഉള്ളതിൽ സിമ്പിളായിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ എടുത്തത്. അങ്ങനെ ആ പച്ചൊന്നും എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഫ്ലൂറസെൻ്റ് പച്ച, കിളിപ്പച്ച എന്നൊക്കെ പറയില്ലേ, നമ്മളെ നാട്ടിൽ ഉസ്മാൻ പച്ച എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു പച്ചക്ക്. അങ്ങനെ ഉണ്ടാക്കി നോക്കാമല്ലോ വെച്ചിട്ട് എന്തൊക്കെയോ കളർ വെച്ചിട്ട് ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് സെൻറ്റർ ഭയങ്കര പ്ലെയിൻ ആയി തോന്നി. അപ്പോൾ ഞാനൊരു വൈറ്റ് സാധനം ജസ്റ്റ് ചുരുട്ടി വെച്ചു കൊടുത്തു. എന്നിട്ടൊരു 5 or 6 പെറ്റൽസ് വരുന്നൊരു ഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരു രസത്തിന് ആ ഒരു ഇലയും വെച്ച് കൊടുത്തു. ആക്ച്വലി ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നല്ല നല്ല കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ലൊരു ബൊക്കെയൊക്കെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളൊരു ധാരണ എനിക്ക് കിട്ടി. ബട്ട് ഈ ഫ്ലവറിൻ്റെ താറാവ് കുട്ടിക്ക് നല്ല മാച്ച് ഉണ്ടായിരുന്നു. ഓരോ ഡ്രസ്സും ഒരു കളർ എന്താ പറയുക കളർ കോഡൊക്കെ സെയിം ആയിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ എനിക്ക് ആ വൈറ്റ് സാധനം വലുതായി നിൽക്കണം തോന്നിയപ്പോൾ ഞാൻ കുറച്ച് പാക്കോട്ട് വലിച്ചിട്ട് അതൊന്ന് ചെറുതാക്കി വെച്ച് കൊടുത്ത്. എന്തായാലും ഫസ്റ്റ് ട്രൈ അല്ലേ വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ അത് സൈഡൊക്കെ മാറ്റി വെച്ചിട്ട് എൻ്റെ ബാക്കി പണികളിലേക്ക് നിന്ന് ഈ ഒരു സാധനത്തിൽ അത്യാവശ്യം കുറേ സാധനങ്ങൾ കുറേ ബോക്സും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ പുതിയ ജ്വല്ലറി ബോക്സ്. ഇതിലാണ് ഞാൻ എൻ്റെ മെയിൻലി എന്താ പറയുക ഗോൾഡിൻ്റെ ഡയമണ്ടൊക്കെ റിങ്സ് ഒക്കെ ഇതിലാണ് ഇപ്പോൾ വെക്കൽ. അങ്ങനെ അതൊക്കെ വെക്കാനുള്ളത് അതിലേക്ക് വെച്ചതൊക്കെ അതിലില്ലേ എന്നൊന്ന് ഉറപ്പ് വരുത്തി. പിന്നെ ഈ ബോക്സിൽ നിന്ന് എൻ്റെ ഒരു ബാഗ് കിട്ടി. ഈ ബാഗിൽ ഞാൻ മറ്റേ ഇലക്ട്രിക് ലൈറ്റർ ഇല്ലേ, എന്താ ലൈറ്റർ എന്നല്ല എനിക്കറിയില്ല, ഈ ഒരു സാധനം കണ്ടു. പിന്നെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ബോക്സ് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലായിരുന്നു. ഞാൻ കുറേ ദിവസം തപ്പിയിട്ട് എവിടെയാണ് ഉള്ളിൽ പോയി കിടക്കിയിരുന്നത്. ഇത് പിന്നെ ആ മീഷോന്ന് ഞാൻ മറ്റേ സ്റ്റിക്കേഴ്സിൻ്റെ എന്തോ ഒരു സെറ്റ് ഇല്ലേ കാർഡ്സിൻ്റെ ഒക്കെ, അതിൻ്റെ കൂടെ ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബുക്കിൽ ഞാൻ വെറുതെ അങ്ങനെ കോട്ട്സ് ചെയ്ത് വെക്കാൻ അടിച്ചിട്ട് ആകെ 2 പേജ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ അതിൽ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് വൃത്തിക്ക് അതിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. രേവയിൽ നിന്ന് കിട്ടിയ സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു അതിൽ തന്നെ. പിന്നെ എനിക്ക് കിട്ടിയൊരു ഹാമ്പറും ഞാൻ അതിൽ തന്നെ വെച്ചു. അങ്ങനെ പിന്നെ അലമാരൻ്റെ അടുത്ത തട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഫസ്റ്റ് എൻ്റെ ജ്വല്ലറീൻ്റെ ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇത് ഈ ഓരോരോ ബോക്സിൽ ഞാൻ ഓരോരോ പേര് ഇത് വെച്ചിട്ട് അതിൻ്റെ ഒന്നിൽ കളേഴ്സ് ഒന്നിൽ ക്ലാസ് മെറ്റീരിയൽസ് ഒക്കെ. പക്ഷേ ആ പിങ്ക് ബോക്സിലെ സാധനങ്ങളൊക്കെ മറ്റേ നീക്കുന്ന ഓർഗനൈസർ ഉണ്ടല്ലോ ആമസോണിൽ നിന്ന് വാങ്ങി, അതിലേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. എൻ്റെയും താഴത്തെ തട്ട് നോക്കിയപ്പം അതിലും എൻ്റെ കുറച്ച് കളേഴ്സ് കാര്യങ്ങൾ പിന്നെ ക്രോഷേൻ്റെ യാൻസും ഹുക്സും സംഭവങ്ങളൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ബോക്സൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റാം. ഈ ക്രോഷേൻ്റെ സാധനങ്ങളും അല്ലാത്ത സാധനങ്ങൾ പിന്നെ കളേഴ്സ് അങ്ങനത്തെ ഉള്ളതൊക്കെ ഒരു ബോക്സിലും പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഐക്കേൻ്റെ ഒരു ഓർഗനൈസർ ഉണ്ടല്ലോ അതിൽ സ്റ്റിക്കേഴ്സും വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ പിങ്ക് ബോക്സിൽ ഇന്ത്യയിലുള്ള എല്ലാ യാൻസും ഹുക്സും അങ്ങനെ ക്രോഷേ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യം കുത്തിക്കൊള്ളിച്ചിട്ട് ഞാനത് ക്ലോസ് ആക്കി വെച്ചു. പിന്നെ മെയിനായിട്ട് ബാക്കിയുള്ളത് എൻ്റെ ജേണൽസിൻ്റെ സ്റ്റിക്കേഴ്സ് കാർഡ്സ് ജേണൽ സപ്ലീസ് ആണ് കുറേ ബാക്കിയുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സ് ഈ ഒരു ടിറേൻ്റെ ഒരു PR ബോക്സ് ആണിത്. അപ്പോൾ ഇതിലാണ് എൻ്റെ ജേണൽ തിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുള്ളത്. ഈ സ്റ്റിക്കേഴ്സ് കണ്ടോ, ഇതിനാണ് തോന്നുന്ന കവായി സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ഒന്ന് വാങ്ങി വെച്ചത് കുറേ ഇതുണ്ട് കേട്ടോ. അപ്പം ഞാനത് യൂസ് ചെയ്യില്ല. എനിക്ക് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്കിവിടെ കുറേ കുഞ്ഞുമക്കളുണ്ടല്ലോ, കുഞ്ഞുമക്കൾ വരുമ്പോൾ ഓരോരുത്തർക്ക് 1-2 വെച്ചിട്ട് ഞാൻ എപ്പോഴും ഇതിൽ നിന്ന് എടുത്ത് കൊടുക്കും. ഇപ്പം അങ്ങനെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഒരു സ്റ്റിക്കേഴ്സാണ് ഇപ്പോൾ അത്. അങ്ങനെ ഈ വിഷ് ലിങ്കിൻ്റെ ഓറഞ്ച് കളർ ബോക്സൊക്കെ എൻ്റെ കുറച്ച് എന്താ പറയുക സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സും ബീറ്റ്സും അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഞാൻ ഇതിലാക്കി വെച്ചു. കാരണം ഇതൊക്കെ എനിക്ക് എപ്പോഴേലും ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ബോക്സ് നേരെ എടുത്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പിന്നെ അതൊക്കെ വെച്ചിട്ട് ഈ ബോക്സ് ഒന്ന് ക്ലോസ് ആക്കി. ഇനിയുള്ളത് ഈ ഒരു ബോക്സാണ്. ഇതിലെ സാധനങ്ങളൊന്നും ഓർഗനൈസ്ഡ് ആയിട്ടല്ല നിൽക്കുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒരു സാധനം എടുക്കണമെങ്കിൽ എല്ലാം പുറത്തേക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനത് മൊത്തം ഒന്ന് കൊട്ടിയിട്ട് ഇതിലെ കൊള്ളാവുന്ന സ്റ്റിക്കേഴ്സും കാർഡ്സും സംഭവങ്ങളൊക്കെ മാക്സിമം ഈ ഒരു വൈറ്റ് ഓർഗനൈസറിൽ ഞാൻ കുത്തിക്കൊള്ളിച്ച് വെച്ചു. ഞാൻ മേടിച്ച കുറച്ച് പുതിയ സ്റ്റിക്കേഴ്സും അതിലുണ്ട്. പിന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളും കാർഡ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എഴുതി വെച്ചു. അതിൽ തന്നെ പിന്നെ ഈ പോളറോയിഡ്സ് എൻ്റെ കുറേ പോളറോയിഡ്സ് ഉണ്ട് ഇങ്ങനെ കൊളാബിനൊക്കെ കിട്ടിയത്. അതെനിക്ക് ഓരോരോ പേജിൽ നിന്ന് ഇങ്ങനെ അയച്ചിരുന്നത്. അപ്പോൾ കുറേ ഒരു ബോക്സ് നിറയെ എൻ്റെ പോളറോയിഡ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പം
അങ്ങനത്തെ കൊളാബ് എനിക്ക് അങ്ങനെ വരില്ല. പക്ഷേ പോളറോയിഡ് ട്രെൻഡ് ആയിരുന്ന ടൈമിൽ കുറേ കിട്ടിയതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നെ ഓരോരോ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ജേണൽ പേജിന് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പോളറോയിഡ്സാണ്. അപ്പോൾ അത് ഞാൻ ഈ ജേണലിൻ്റെ ബോക്സിൽ തന്നെ വെച്ചു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ബാക്കി കാഴ്ച വലിയ വലിയ സാധനങ്ങളൊക്കെ മറ്റേ ബോക്സിലും വെച്ചിട്ട് ഈ ഒരു ഷെൽഫ് ഞാൻ ഫുള്ളി ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആക്കിയിട്ട് വെച്ചു. ഇനിയുള്ളത് പിന്നെ എൻ്റെ സ്കിൻ കെയർ, മേക്കപ്പ്, അതിൻ്റെ ഒക്കെ ഓർഗനൈസറാണ്. എൻ്റെ ബാംഗിൾസ് ഒക്കെ കേട്ടോ, അതൊക്കെ പിന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ഈ ഒരു ബുക്കാണ് ഇപ്പം എൻ്റെ മെയിൻ താരം. ഇതാണ് എൻ്റെ കോണ്ടന്റ് പ്ലാനർ ബുക്ക്. അതായത് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടാണ്ടെങ്കിലോ പ്രൊമോഷൻസിൻ്റെയോ കൊളാബ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് എഴുതി വെക്കണ ബുക്കാണിത്. ഞാൻ പേയ്മെൻറ്റിൻ്റെത്, സ്ക്രിപ്റ്റിൻ്റെത്, ഏതൊക്കെ ബ്രാൻഡാണ്, ഏതൊക്കെ മന്തിൽ ഏതൊക്കെ വർക്ക്സ് ആണെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ ഒരു ബുക്കിലാണ് ഞാനിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ബുക്ക് എനിക്കിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ കലാപരിപാടിയായിട്ടുള്ള ജേണലിംഗ് കൂടെ ചെയ്തിട്ട് അതങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതി ഞാൻ. ഇതാണ് എൻ്റെ ജേണലിംഗ് ബുക്ക്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതെൻ്റെ ഫ്രണ്ട് പേജും പിന്നെ അപ്പുറത്തുള്ള പേജൊക്കെ കുറച്ച് ഞാൻ മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പേജൊന്നും ഇവിടെ ഇങ്ങനെ ഇല്ലായിരുന്നു, വേറെ ഒരു ടൈപ്പ് ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മാറ്റി, കാരണം ഞാനത് കുറേ മുന്നേ ചെയ്താണെങ്കിൽ എനിക്ക് എന്തൊരു വൃത്തികേട് പോലെ തോന്നി. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കുറച്ചൊക്കെ സംഭവങ്ങൾ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന്. ഇതാണ് പിന്നെ എൻ്റെ പുതിയ അക്രിലിക് കളേഴ്സ്. ഞാൻ കുറേ ഇങ്ങനെ കണ്ടുട്ടി ഈ കളറിനെ പറ്റിയിട്ട്. അപ്പോൾ കണ്ടപ്പോൾ എനിക്കും വേണം തോന്നി, അങ്ങനെ വാങ്ങിയൊരു സംഭവമാണിത്. അങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ള സാധനം എന്തായാലും ഒരു നന്നായിട്ടൊന്ന് ഓർഗനൈസ് ചെയ്തല്ലേ, അതിൻ്റെ ഉദ്ഘാടനം അങ്ങോട്ട് കഴിക്കുക, അതങ്ങോട്ട് കൊളാക്കാതെ വിചാരിച്ചിട്ടാണ് ഞാൻ ജേണലിങ് ചെയ്യാനിരുന്നത്. അത് മാത്രമല്ല എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഹോബി എന്താണെന്ന് ചോദിച്ചാൽ അത് ജേണലിങ് തന്നെയാണ്. അത് തരുന്ന ഒരു സമാധാനവും പീസ് ഓഫ് മൈൻഡ് ഒന്നും വേറെ ഒരു സാധനത്തിന് എനിക്കിപ്പോൾ തരാൻ പറ്റണില്ല. ഞാൻ ആദ്യം എന്ത് ചെയ്യണം നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിൻട്രസ്റ്റിൽ കുറേ തപ്പി നോക്കിയെങ്കിലും ഒന്നും കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു പിങ്ക് കളറിൻ്റെ ഒരു സംഭവം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന്. കാരണം എനിക്ക് പിങ്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഹാപ്പി കളറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ് ഈ ബേബി പിങ്ക് എന്നൊക്കെ പറയുന്നത്. ഒരു ഹാപ്പി കളർ അങ്ങനെ തന്നെ അതിന് പറയാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സിന്നും കാർഡിന്നും ഒക്കെ ഉള്ളതെന്നൊക്കെ എനിക്ക് കിട്ടിയതെന്നൊക്കെ സ്റ്റിക്കേഴ്സൊക്കെ പിങ്ക് ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ചിലതിലൊക്കെ നല്ല രസമുള്ള ഫ്ലോറൽ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഞാൻ തപ്പിയെടുത്തിട്ട് മാറ്റി വെച്ചു. പിന്നെ ഈ ഒരു ബുക്ക് ഞാൻ കുറച്ച് മുന്നേ മേടിച്ചതാണ്. അപ്പം പിന്നെ എനിക്ക് ഈ ബുക്കിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഇതിൽ മെയിൻ പിങ്ക് സാധനങ്ങളാണുള്ളത്. പക്ഷേ അതിന് ഞാൻ ഈ ഒരു ഒറ്റ സ്റ്റിക്കർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊന്നും ആ വൈബിന് അങ്ങോട്ട് മാച്ച് ആവാത്ത പോലെ തോന്നി. പിന്നെ ഈ പിങ്ക് ഫ്ലവേഴ്സിൻ്റെ സാധനം നല്ല രസമുണ്ട്. ഞാൻ ലാസ്റ്റ് മേടിച്ച സ്റ്റിക്കറാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളിൽ അത്യാവശ്യം കുറേ പിങ്ക് ഉണ്ടായിരുന്നു. ഞാൻ പിങ്ക് എന്ന് വിചാരിച്ച് മേടിച്ചതൊന്നുമല്ല, പക്ഷെ നോക്കിയപ്പം അവിടെയും ഇവിടേക്ക് ഈ സംഭവം ഉണ്ടായിരുന്നു. ഈ പേജിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ്, എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കളറാണ്, അതുകൊണ്ട് എന്തുകൊണ്ട് ആ ഒരു കളറിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ജേണലിൻ്റെ പേജ് ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ ഫുള്ള് ചെയ്യുന്നത്. ഇവിടെയൊക്കെ സ്റ്റിക്കേഴ്സും കാർഡ്സും ഒക്കെ ഒട്ടിച്ച് കൊടുത്തിട്ട് അവസാനം ടു നോ ഈസ് ടു നോ പിങ്ക് നോ, അങ്ങനെ ടു നോ മീ ഈസ് ടു നോ പിങ്ക് നോ, അങ്ങനെ എന്തോ ഇത് വെച്ചു. ഞാൻ അത് റീൽസിൽ ഈ കോട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നിയിരുന്നു. അന്ന് ഞാൻ മനസ്സ് കയറ്റി വെച്ചതാണ് കേട്ടോ. വേറൊരു കാര്യം എന്താണെന്നറിയോ, ഞാൻ ആക്ച്വലി നെറ്റ്ഫ്ലിക്സ് എന്തൊരു വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ജേണലിങ് ചെയ്യായിരുന്നു. അങ്ങനെ ചെയ്ത് ഒറ്റ ഇരിപ്പിൽ കുറച്ച് ലേറ്റ് നൈറ്റ് ആയെങ്കിലും ഞാനൊരു 4 പേജ് എങ്ങാണ്ട് ജേണലിങ് ആ ഒരു ഒറ്റ ഇരിപ്പിൽ ചെയ്തു. അല്ലെങ്കിൽ നോർമലി ഒരു പേജ് മാക്സിമം 2 പേജൊക്കെ ചെയ്യുള്ളൂ. പക്ഷേ ആ ഒരു ഇരുത്തത്തിൽ ഞാൻ ഒന്നുകൂടെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് തിങ്സ് ഐ ആം അഡിക്റ്റഡ് ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ് പിന്നെ ചെയ്തത്. അതായത് സിംപ്ലി എനിക്ക് ഈ സ്റ്റിക്കറാണ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാനുള്ള പൂതി കൊണ്ട് ഉണ്ടാക്കിയൊരു പേജാണത്. ജസ്റ്റ് ആ ഒരു സ്റ്റിക്കർ ഇതിൽ എല്ലാവരും ഈ സ്റ്റിക്കറിൽ കാണുന്ന എല്ലാം ഞാനാണെന്നാണ് എൻ്റെ ഒരു വിചാരം. അങ്ങനെ അതിങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് എനിക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ള കാര്യം, അതായത് ജേണലിങ്, ഷോപ്പിംഗ്, അതൊക്കെ ജസ്റ്റ് എഴുതി കൊടുത്തു. പിന്നെ അതല്ലാണ്ട് പിന്നെന്താ, എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഇഷ്ടത്തിനോടുള്ളൊരു പേജും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് വേറൊരു പേജും കൂടെ ചെയ്തിട്ട് ഞാൻ ആ ഒരൊറ്റരിപ്പിന് 4 പേജൊക്കെയാണ് ചെയ്തത്. അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ 4 പേജൊക്കെ ചെയ്തോ ഒരു സംഭവം തന്നെ എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു. 4 അല്ല 5 2025 എനിക്ക് പുറത്തൊക്കെ കളയേണ്ടതും അകത്തേക്ക് എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നു. അതെനിക്കിപ്പോഴും ഓർമ്മ വന്നത്. അപ്പം ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.